ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്, കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 68A വിജിലൻസ് ഓഫീസറിനെ കുറിച്ചാണ്. സാധാരണയായിട്ട് ഇപ്പം നമുക്ക് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ നമ്മൾ എന്താണ് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പം സെക്ഷൻ 68A അല്ലെ 69A 70A ഒക്കെ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെ ഇതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു മാർക്ക് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 68A വിജിലൻസ് ഓഫീസറിനെ കുറിച്ചാണ് ഓർത്ത് വെച്ചത് കേട്ടോ. ആരെ കുറിച്ചാണ്? വിജിലൻസ് ഓഫീസർ. സെക്ഷൻ 68A വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഓർത്ത് വെച്ചേക്കുക. നമുക്ക് നോക്കിയേക്കാം അല്ലെ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക 68A പറയുന്നത് വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് പറയുന്നുണ്ട്. The government shall appoint an officer not below the rank of deputy ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആസ് വിജിലൻസ് ഓഫീസർ. അപ്പൊ ആദ്യം അവിടെ പഠിക്കേണ്ട പോയിന്റ് ഏതാണ്? ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ മനസ്സിലാക്കണം, വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇപ്പൊ വിജിലൻസ് ഓഫീസറിന്റെ യോഗ്യത എന്തായിരിക്കണം? നമ്മളിപ്പോ ഒരാളെ ഗവൺമെന്റ് ഒരാളെ വിജിലൻസ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിശ്ചിത യോഗ്യത ഉണ്ടായിരിക്കണം. പറയുന്നുണ്ട് യോഗ്യത എന്താണ്? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG ഓഫ് പോലീസ്. അപ്പൊ എന്താണ് DIG ഓഫ് പോലീസ് എന്നല്ല പഠിക്കേണ്ടത്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG ഓഫ് പോലീസ് എന്ന് പഠിക്കുക. DIG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ് ഗവൺമെന്റ് ഇവിടെ വിജിലൻസ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുക എന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. പറയുന്നുണ്ട് the government shall appoint an officer not below the rank of DIG of police as vigilance officer with the powers to inquire into and investigate the case of misappropriation, corruption and any other major irregularities in the society as may be referred to him by the registrar എന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. ഗവൺമെന്റിന് പോലീസ് DIG പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന സംഘങ്ങളിലെ ക്രമക്കേടുകൾ, അഴിമതികൾ അല്ലെ, ക്രമക്കേടുകൾ അന്വേഷിക്കാൻ, അതുപോലെ തന്നെ എന്താണ് അഴിമതികൾ, കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടല്ലോ അത് അന്വേഷിക്കാൻ, അതുപോലെ തന്നെ എന്താണ് മേജർ ഇറഗുലാരിറ്റീസ് അല്ലെ, അതായത് അപഹരണങ്ങൾ എന്നിവയെ പറ്റി അന്വേഷിക്കുന്നതിനുള്ള അധികാരങ്ങളോടെ വിജിലൻസ് ഓഫീസറായി നിയമിക്കാവുന്നതാണ്. അപ്പൊ ഈ കറപ്ഷനും അവിടെ നടക്കുന്ന തരികടകളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തെന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. അപ്പൊ നോക്കിയേ, ദ വിജിലൻസ് ഓഫീസർ ഷാൽ കണ്ടക്ട് ദ ഇൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അല്ലെ. നിർണയിക്കുന്ന പ്രകാരം വിജിലൻസ് ഓഫീസർ അന്വേഷണവും അന്വേഷണ വിചാരണയും നടത്തേണ്ടതാണ് എന്നോർത്ത് വെച്ചേക്കുക. ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞു, ഗവൺമെന്റ് ആണ് വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സംശയമൊന്നും വേണ്ട, ഗവൺമെന്റ് ആണ് വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ വിജിലൻസ് ഓഫീസർ ആരുടെ ഭരണപരമായ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടും മനസ്സിലാക്കണം. അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, എന്നാൽ ദ വിജിലൻസ് ഓഫീസർ ഷാൾ ബി അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി RCS എന്നോർത്ത് വെച്ചേക്കുക അല്ലെ. വിജിലൻസ് ഓഫീസർ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഭരണ നിയന്ത്രണത്തിലായിരിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോയിന്റ് ചെയ്യുന്നവരാണ് ഗവൺമെന്റ് ആണ്, എന്നാൽ ആരുടെ നിയന്ത്രണത്തിലാണ്? അത് രജിസ്ട്രാറിന്റെ നിയന്ത്രണത്തിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതായത് വിജിലൻസ് ഓഫീസർ ഷാൾ ബി അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദി RCS അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു പോയിന്റ് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, പ്രൊവൈഡഡ് ദാറ്റ്. എന്നിരുന്നാലും the power of the registrar of cooperative society under this section shall not be conferred on any other person അല്ലെ. യഥാർത്ഥ രജിസ്ട്രാറിന്റെ ഈ വകുപ്പ് പ്രകാരമുള്ള അധികാരം കേട്ടോ, ഏത് 68 അല്ലെ, ഈ വകുപ്പ് പ്രകാരമുള്ള അധികാരങ്ങൾ മറ്റൊരു വ്യക്തിക്കും നൽകുവാൻ പാടുള്ളതല്ല. അത് ഇഷ്ടം ഓർത്ത് വെച്ചേക്കുക. പ്രധാനപ്പെട്ട പോയിന്റ് 68A വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. ഗവൺമെന്റ് ആണ് വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. വിജിലൻസ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, വിജിലൻസ് ഓഫീസർ ആരുടെ ഭരണപരമായിട്ടുള്ള നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചാൽ അത് രജിസ്ട്രാറിന്റെ ഭരണപരമായിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. പഠിച്ചല്ലോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഇനി നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ലക്കുണ്ടെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ ഒരു മാർക്ക് നമുക്ക് ഇതിൽ നിന്നും ലഭ്യമാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.